നമസ്കാരം. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂട്ടമായ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളും സ്മരണകളും കൊണ്ട് പരിഹരിക്കാമെന്നും മതസൗഹാർദ്ദം സൃഷ്ടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയും കെട്ടുറപ്പും സംരക്ഷിക്കാമെന്നും പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ സയ്യിദ് വി.പി. ആട്ടീരി തങ്ങൾ പറഞ്ഞു. മുപ്പത്തരം മേരമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച 5ാമത് മഹദറത്തുൽ ബദരിയ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ വൈകിട്ട് 7ഓടെ നടന്ന പരിപാടിയിൽ കേരള മുസ്ലിം ജമാഅത്ത് കളമശ്ശേരി സോൺ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ചേരാനല്ലൂർ ജാമിയ അൽ അശ്ശരി പ്രിൻസിപ്പാളും SY സോൺ പ്രസിഡന്റുമായ TP അലി അസ്സരി കാമിൽ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൗൺസിൽ അംഗം ഇബ്രാഹിം ഹാജി, ജില്ലാ സോൺ സർക്കിൾ ഭാരവാഹികളായ അബ്ദുൽ നാസർ കുപ്പശ്ശേരി, മുഹമ്മദ് സാലി, PK ശംസുദ്ദീൻ, നൌഷാദ്, ഹസൈനാർ അലി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PH അഷ്റഫ് അധ്യക്ഷതയും സെക്രട്ടറി അൻസാരി TM സ്വാഗതവും പറഞ്ഞു. പരിപാടിയിൽ പ്രവർത്തകർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അന്നദാനം നടത്തി. യാത്ര ഒഴിവാക്കാം. മെഡിടെക് നിങ്ങൾക്കൊപ്പം. എല്ലാം ശാന്തമാണ്, സമാധാനമാണ്. ദിക്റുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. യൂനുസിന് വരെ രക്ഷപ്പെട്ടത് അല്ലാഹു ഖുർആനിൽ പറയുന്നു. അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. പക്ഷെ നമുക്ക് എന്താ ഫലം കിട്ടാത്തത്? അത് ചെയ്യേണ്ട ക്രമപ്രകാരം ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലാഹു പറയുന്നു ഞാൻ രക്ഷപ്പെടുത്തുമെന്ന്, പക്ഷെ നമുക്ക് എന്താ കിട്ടാത്തത്? ഒന്നെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി, അല്ലെങ്കിൽ സ്വൈരക്കേട് മാറ്റാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഭൗതിക ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ലക്ഷ്യം, പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തോ നമ്മുടെ കടം വീടും. ദിക്റ് കൊണ്ട് കടം വീടും. താജുൽ ഉലമ ഉള്ള തങ്ങൾ പാപ്പാനോട് കടത്തിന്റെ കാര്യം ചെന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒരുപാട് കടമുണ്ടെങ്കിൽ ഇത്ര വട്ടം ചൊല്ലിക്കോ. അത്ര കൂടുതലൊന്നുമില്ലെങ്കിൽ കുറച്ച് രണ്ടും എണ്ണം പറയാറുണ്ട്. ആ പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് കടം വീടിയ അനുഭവമുള്ളവനാ ഞാൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഞങ്ങൾ ഓരോരുത്തരെയും, സർവ്വ ആണിനെയും പെണ്ണിനെയും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും, മക്കള്, ഭാര്യ, ഭർത്താക്കന്മാര്, മാതാപിതാക്കൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രത്യേകിച്ച് ഞങ്ങളെ ഉസ്താദുമാരെയൊക്കെ നീയും നിന്റെ ഹബീബും പൊരുത്തപ്പെട്ട കൂട്ടത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, മക്കൾ, മരുമക്കൾ ആളുകൾ വളരെ കുറവാണ്. അഥവാ ഭൗതികമായ ചിന്തയും ഭൗതികമായ ആഡംബരങ്ങളുമെല്ലാം അതുമായി ഇടകഴിഞ്ഞ് ഇടകിച്ചേർന്ന് ജീവിക്കുമ്പോൾ സുട്ടാവായ റബ്ബിനെ കുറിച്ച്, റബ്ബിനെ ഓർക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.